ചെറുബീഹി നദിയുടെ തീരത്തുള്ള ബഹുർ ഗ്രാമത്തിൽ 20ാമത്തെ ഗ്രാമപ്പള്ളി ഞങ്ങൾ ആരംഭിച്ചു. നദി കടന്ന് നടന്നും വഞ്ചിക്കും ഇവിടെ എത്താം. എന്നാൽ വഞ്ചിയാത്ര അല്പം ഭയപ്പെടുത്തുന്നതും നടത്തം അല്പം ദുഷ്കരവുമാണ്. വഞ്ചിയിൽ പോകുന്നവരെ രാവിലെ യാത്രയാക്കി കടത്തു കടന്ന് ഞങ്ങൾ നടന്നു. പോകുന്ന വഴി 2 ഗ്രാമങ്ങൾ കൂടി സന്ദർശിച്ചു. അനിവറാന കാറ്റഗിസ്റ്റ് ഉച്ചഭക്ഷണം വെച്ച് ഞങ്ങൾക്കായി കാത്തിരുന്നു. അവിടെ എത്തിയപ്പോൾ 2 മണിയായി. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ചെറുബീഹി നദി മുറിച്ചു കടന്ന് വീണ്ടും ബഹുർ ലക്ഷ്യമാക്കി മണൽപ്പരപ്പിലൂടെ നടന്നു. ബഹുറുവിൽ ആദ്യത്തെ തവണ ഞാൻ എത്തിയപ്പോൾ ഞങ്ങളെ കാത്തു നിന്നവരിൽ ഒരാൾ എന്നെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, അങ്കിലിസാത്തുവിലെ മൂപ്പരല്ലേ? അങ്കിലിസാത്ത് പള്ളിയിൽ നിന്ന് ഞാൻ മാറിയിട്ട് 13 വർഷങ്ങളായി. ബഹുറുവിൽ ആദ്യമായാണ് ഞാൻ വരുന്നത് തന്നെ. ഇപ്പോൾ അകലെയുള്ള ഈ കുഗ്രാമത്തിൽ എന്നെ അറിയുന്ന ഒരാൾ. എനിക്ക് അദ്ദേഹത്തെ നല്ല മുഖപരിചയം തോന്നി. സാവധാനം അന്വേഷിച്ചപ്പോൾ എനിക്ക് ആശ്ചര്യമായി. കാരണം 2006-ൽ ഞാൻ സേവനം ചെയ്തിരുന്ന അങ്കിലിസാത്തുവിലെ അന്തിമക്കപ്പ് ഗ്രാമപള്ളിയിൽ സ്കൂൾ ആരംഭിച്ചപ്പോൾ ഒരു ബെഞ്ചമിനെ ടീച്ചറായി നിയമിച്ചു. ആ ബെഞ്ചമിനാണ് ഇന്ന് ബഹുറുവിൽ ഞങ്ങളെ കാത്തു നദിക്കരയിൽ നിന്നത്. എനിക്കത് സന്തോഷത്തിന് കാരണമായി. എന്നും അകലിൽ നിന്നും കണ്ടിരുന്ന ബഹുറുവിലെ നീണ്ട കെട്ടിടം ഞാൻ അവിടെ അടുത്ത് കണ്ടു. അതിനുള്ളിലായിരുന്നു ഗ്രാമവാസികളുമായുള്ള ഞങ്ങളുടെ ആദ്യ സംഗമം. ഇരുമ്പ് ഷീറ്റിട്ട മേൽക്കുറിയുണ്ടെങ്കിലും ചുമരുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ഒരു കാലത്ത് പുകയില കൃഷിയുടെ കേന്ദ്രമായിരുന്നു ഈ ഗ്രാമം. അവരുടെ സ്റ്റോർ റൂമായിരുന്നു ഈ കെട്ടിടം. ഇന്ന് ജനങ്ങളുടെ ജീവിത വരുമാനം കൃഷി, മീൻപിടുത്തം, സ്വർണം തേടൽ എന്നിവയാണ്. ബെഞ്ചമിനെ പോലെ അവിടെ ചില കത്തോലിക്ക വിശ്വാസികൾ ഉണ്ടായത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി. ഒരു വീട്ടിലെത്തിയപ്പോൾ ഒരു യുവതി സന്തോഷത്തോടെ അച്ഛ എന്ന് വിളിച്ചെത്തി. എന്നെ അറിയുന്നവർ ഇനിയുമുണ്ടല്ലോ എന്നോർത്ത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അങ്കിലിസാത്തുവിലെ അച്ഛൻ്റെ ബോർഡിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ തിരിച്ചറിയാഞ്ഞതിലുള്ള അല്പം ചമ്മലോടെ ഞാൻ ബെഞ്ചമിനോട് ഊഹിച്ച് ചോദിച്ചു, മകളാണല്ലേ? അതെ. അവരുടെ വീട്ടിൽ അവരെന്നെ നന്നായി സൽക്കരിച്ചു. 2 വർഷമായി ഇവിടേക്ക് വരുവാൻ ആഗ്രഹിച്ചത് ഈശോയ്ക്ക് വേണ്ടി പുതിയൊരു ഗ്രാമം നേടണമെന്ന് ആഗ്രഹിച്ചാണ്. ഇന്നവിടെ വന്നപ്പോൾ ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞു. പ്രാർത്ഥിക്കുവാൻ ഒരു പള്ളി വേണമെന്ന് പറഞ്ഞ പലരെയും അന്ന് അവിടെ കണ്ടു. അവിടെ കാറ്റഗിസ്റ്റ് ആകാമെന്ന് ബെഞ്ചമിൻ സമ്മതിച്ചു. പള്ളിക്ക് വേണ്ടി വിശാലമായ സ്ഥലവും അവർ ദാനം ചെയ്തു. പരിചയമില്ലാത്ത ഒരു ഗ്രാമത്തിൽ അപരിചിതനായി കടന്നു പോകുമെന്ന് കരുതിയാണ് ഇവിടെ കാലുകുത്തിയത്. പക്ഷെ ദൈവം ഒരുക്കിയത് തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു സ്വീകരണം. വിശുദ്ധ കുർബാനയോടുകൂടി ഒരു ഗ്രാമപ്പള്ളി കൂടി ഞങ്ങളുടെ ഇടവകയിൽ പിറന്നു. എല്ലാം പരിപാലനയായി കാണുന്നു, വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് നന്ദി. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.